ഒരുപാട് റിപ്പീറ്റ് ചെയ്തൊരു കാര്യമാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കതിങ്ങനെ പറയും തോറും എനിക്ക് സന്തോഷമാണോ അതോ സങ്കടമാണോ എന്താണെന്ന് എനിക്കറിയില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ എന്നോട് സഹകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഞാനിത് ആദ്യമായിട്ട് പറയുന്നതല്ല, ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഓരോ കുഞ്ഞുങ്ങളുടെ വീഡിയോസുകളാണെങ്കിലും കാണുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഓട്ടിസം കുട്ടികളെ അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പറായിട്ടുള്ള കുട്ടികളൊക്കെയാണ് അമ്മമാരെയൊക്കെ ആണെങ്കിലും ഉപദ്രവിക്കുക, ഭയങ്കരമായിട്ട് വാശി പിടിക്കുക, ഭയങ്കര ടെററായിട്ടുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, CP കുട്ടികളും ഒരുപാട് പേരുണ്ട്. ഞാൻ എൻ്റെ കണ്ണിൽ തന്നെ കണ്ടിട്ടുള്ള കുറേ കുട്ടികളുണ്ട് കേട്ടോ. അമ്മമാരെ തല്ലുക, മുഖം മുടി പിടിച്ച് വലിക്കുക, ഉറങ്ങുമ്പോൾ ചവിട്ടുക, അങ്ങനെയൊക്കെയുള്ള ഉപദ്രവിക്കുന്ന കുറേ കുഞ്ഞുങ്ങൾ. അതൊരിക്കലും അവരുടെ അമ്മമാരെ ഉപദ്രവിക്കണം എന്ന് വെച്ചിട്ടല്ല, അവരുടെ ഒരു അവസ്ഥ അങ്ങനെയാണ്. അവർക്കാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാതാവുമ്പോൾ അവരുടെ ദേഷ്യങ്ങളൊക്കെ തീർക്കാനായിട്ട് അവർക്ക് ആകെ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നത് അവരുടെ അമ്മമാരായിരിക്കും. അപ്പോൾ ആ ദേഷ്യങ്ങളൊക്കെ അവർ അമ്മമാരുടെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്താണ് തീർക്കുക. അപ്പോൾ അത് അവരുടെ അവസ്ഥയാണ്. പക്ഷേ ഞാൻ കണ്ണനെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ ഇതുപോലെ ഞാൻ അവനെ പൊക്കി പറയുന്നതും അങ്ങനെയൊന്നുമല്ല. കാരണം ഞാൻ പലപ്പോഴായിട്ട് പറയുമ്പോൾ എനിക്കതിനത് റെപ്യൂട്ടേഷനായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കണ്ണൻ എന്നെ നല്ലതുപോലെ അറിയാം. എൻ്റെ ഓരോ വികാരങ്ങളും അവന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ വിഷമമായിക്കോട്ടെ, എൻ്റെ സന്തോഷമായിക്കോട്ടെ, എൻ്റെ സാഹചര്യമായിക്കോട്ടെ, അതവൻ നല്ലതുപോലെ മനസ്സിലാക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കല്യാണിയുടെ അടുത്ത് ഞാനത് ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലാണ് അവൾക്ക് മനസ്സിലാവുക എന്നുണ്ടെങ്കിൽ കണ്ണൻ അതെൻ്റെ ഓരോ മുഖഭാവങ്ങളിൽ നിന്നും ചിലപ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് വിഷമം വന്നിരിക്കുന്ന സമയമാണെങ്കിൽ കല്ലനോട് ചിലപ്പോൾ ഞാൻ പറയേണ്ടി വരും, അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര വിഷമമുണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷെ കണ്ണൻ എൻ്റെ മുഖത്ത് നോക്കി ചിലപ്പോൾ അത് മനസ്സിലാക്കും. ചിലപ്പോൾ അവൻ കരയാണ് അല്ലെങ്കിൽ അവൻ ഭയങ്കര ചുണ്ടിയായിട്ടിരിക്കുന്ന സമയമാണെങ്കിലും ഞാനൊന്നും ഡള്ളായിട്ടിരിക്കുന്നത് കണ്ട പിന്നെ അവൻ്റെ ചുണ്ടിയും കാര്യങ്ങളൊക്കെ അവൻ മാറ്റി വെക്കുന്നത് പോലെയൊക്കെ എനിക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കല്യാണി എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഞാനങ്ങനെ എന്തെങ്കിലും വർക്കിലൊക്കെ ആണെങ്കിൽ കണ്ണൻകുട്ടീനെ അവിടെ കെടുത്തിരിക്കുകയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് തല ഒന്ന് പില്ലോ ഒന്ന് നീങ്ങിപ്പോയി, അങ്ങനെ എന്തെങ്കിലും അവൻ്റെ കൈ അങ്ങോട്ട് പോയി കാലിങ്ങോട്ട് പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കല്ലോ ഒന്ന് ശരിയാക്കി കൊടുത്തേടാ ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരാനായിട്ട് എനിക്കിപ്പോൾ കല്യാണിക്കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓരോ വർക്കുകളും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നേക്കാളും അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എൻ്റെ കണ്ണനും കല്യാണിക്കും തന്നെയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിട്ട് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്ന ഞാനാണ്. അപ്പോൾ എൻ്റെ പരിമിതികളൊക്കെ ഇല്ലാതാക്കുന്നത് ഇവർ രണ്ടാളും മാത്രമാണ് കേട്ടോ.